ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്നത് ചില വർക്ക് നമ്മൾക്ക് ചലഞ്ചിങ് ആയിരിക്കും. അത് മറ്റൊരാൾ ചെയ്ത് ശരിയാവാത്ത വർക്കാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മൾക്ക് വന്നിട്ടുണ്ട്. ഒരു ഇന്നോവ തന്നെയാണ്, പക്ഷെ അത് ചെയ്ത് കുറച്ച് കൊളാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസം മുമ്പ് കസ്റ്റമർ പറഞ്ഞത് അങ്ങനെയാണ്. 6-7 മാസം മുമ്പ് പെയിൻറ്റിങ് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. ടൈപ്പ് 4 ആക്കിയ വണ്ടിയാണ്. ടൈപ്പ് 4 ആക്കി പെയിൻറ്റിങ് ചെയ്ത് വന്ന ഒരു വണ്ടിയാണ്. ഓൾറെഡി ടൈപ്പ് 4 ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെയിൻറ്റിങ് ചെയ്യാൻ അങ്ങനെയാണ്ട് ചെയ്തിരുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുട്ടിയിട്ടിട്ട് ഉറയ്ക്കാനായിട്ട് മറന്നുപോയി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ക്യാമറയിൽ എത്ര വ്യക്തമാവുമെന്ന് അറിയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ പുട്ടി ബ്ലേഡിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെയാണ്. വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഏരിയയിലുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ സൈഡ് ബീഡിങ് ജസ്റ്റ് വലിച്ചു പോയിക്കും. അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ആയിപ്പോയി. അതുപോലെ ഈ ഏരിയകളിലൊക്കെ ഫുള്ള് ഓറഞ്ച് പീലാണ്. ഫുള്ള് ക്രാക്കാണ്. ഇവിടെയൊക്കെ ക്രാക്കാണ്. ഇവിടെയൊക്കെ നിറച്ച് പുട്ടിയാണ്. അപ്പോൾ ആ ഷേപ്പൊന്നും ഇങ്ങനെയല്ല. അതൊരു ചെറിയൊരു കട്ടിങ് ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഷേപ്പ് ഇല്ല, ഈ ഒരു ഏരിയയിലെ ഷേപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് ദിവസമായി വണ്ടി വന്നിട്ട്, പക്ഷേ നമുക്കിവിടെ തിക്കും തിരക്ക് ആയതുകൊണ്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ ഒരു വണ്ടി ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ അറിയാം. ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും ഷാർപ്പായിട്ട് വരാം. പക്ഷെ അതൊന്നും അത്ര വ്യക്തതയില്ല. വ്യക്തത ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വശങ്ങളിലൊക്കെ കുട്ടി ക്രാക്കായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു വശങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഓഫായി നിൽക്കണം. ചില സ്ഥലങ്ങളിൽ ഗ്ലേസിങ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് വീണ്ടും രണ്ടാമത് വന്നാണ് ഒരു വർക്കാണ്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. ഫുള്ളായിട്ട് തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് കസ്റ്റമർ പറഞ്ഞു ഞാൻ നോക്കാനില്ല, ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റിങ് ചെയ്താൽ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ ഇതിനൊന്നും മേജർ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പുട്ടി ഒരുപാട് കയറി. ആ പുട്ടി നമുക്ക് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഷേപ്പ് പ്രോപ്പർ എടുത്തിട്ട് മാക്സിമം പുട്ടി കുറച്ചിട്ട് നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് കട്ടിങ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കണം. ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ വന്നൊരു വർക്കാണ് കേട്ടോ. ഇവിടെ ക്രാക്കാണ്. ഓക്കെ, ഇത് ഒറ്റാളെ നമ്മൾ കുറ്റം പറയുന്നതല്ലേ. ആർക്കായാലും അബദ്ധങ്ങൾ പറ്റാം, നമുക്കും പറ്റാം. പക്ഷേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാണ്ടുണ്ടായ കംപ്ലൈൻറ്റുകളാണ്. ഒരുപാട് പുട്ടി ഉരയ്ക്കാനടക്കം വിട്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാണ്ടുണ്ടായ കംപ്ലൈൻ്റാണ്. ആരെന്നൊന്നും ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഗ്രൈൻഡിങ് ചെയ്തിട്ട് അതിൻ്റെ പേപ്പറിട്ട് മെഷീൻ വെച്ച് ഗ്രൈൻഡിങ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മെറ്റൽ ബോഡി കണ്ട സ്ഥിതിക്ക് നമുക്കിത് ഓയിൽ പ്രൈമർ അടിച്ചിടുന്നതായിട്ടുണ്ട്. ഓയിൽ പ്രൈമർ അടിച്ചിട്ട് ഏകദേശം ഒരു 1-1.5 ദിവസത്തോളം ഈ ഒരു വണ്ടീനെ ഡ്രൈ ആയിട്ടിടും. കാരണം ഓയിൽ പ്രൈമർ അടിച്ചാൽ ഉണങ്ങാനായിട്ട് ടൈമും കാര്യങ്ങളും എടുക്കും. ഓയിൽ പ്രൈമർ അടിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഉരുമ്പ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഓയിൽ പ്രൈമർ അടിക്കാനുള്ള പ്ലാനിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തു. എന്നാലും ചില സ്ഥലങ്ങളിൽ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓയിൽ പ്രൈമർ അടിച്ചിട്ട് അതിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നറിലുള്ള പുട്ടി ക്രാക്ക് ഉണ്ട്, ഉണ്ടോ? ക്രാക്കാണ്, അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിതിൻ്റെ പുട്ടി ഫുള്ളായിട്ട് തന്നെ ഉരച്ച് കളഞ്ഞതിന് ശേഷം ബോഡി ഉള്ളിലാണ് കിടക്കേണ്ടത്. അപ്പോൾ അത് വലിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ പാർട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്, അതായത് ബോണറ്റും 2 സൈഡ് ഫെൻഡറും പാച്ച് വർക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും, ഒരുപാട് പുട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ പേപ്പർ യൂസ് ചെയ്ത് ഗ്രൈൻഡിങ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇവിടുത്തെ ഓൾഡ് പുട്ടി കാണുന്നുണ്ട്. ഈ ഓൾഡ് പുട്ടി കാര്യങ്ങളൊക്കെ ഒരുപാട് ക്രാക്ക് ഇന്നറിൽ കാണുന്നുണ്ട്. ഇതെന്തായാലും നമ്മൾ ഗ്രൈൻഡിങ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ബോഡി ഫില്ലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ഒരു ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ഹാൻഡ് നമ്മൾ റീപ്ലേസ് ചെയ്ത ഡോറാണ്. കാരണം ഡോറിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഡോറ് റീപ്ലേസ് ചെയ്തു. ഇത് നമ്മൾ മാർക്കറ്റിൽ ഏകദേശം 5000-5500 രൂപയ്ക്ക് നമുക്ക് ഡോറ് കിട്ടും. പുതിയ ഡോറൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 17-18 രൂപ അങ്ങോട്ട് വരണുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി എമൗണ്ട്. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ഈ സൈഡും ക്വാർട്ടർ ഇത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഈ ക്വാർട്ടർ ഷേപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊരു തടിച്ചൊരു രീതിയിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ. അതൊക്കെ കറക്റ്റ് നമ്മൾ ഇന്നോവ തന്നെ ഷേപ്പ് തന്നെ ക്ലിയർ ചെയ്തെടുത്തു. നമ്മൾ പിന്നെ ഇതിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ബാക്കിലെ പീസ് ദ്രവിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബാക്ക് പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്ത് അതിൻ്റെ കോർണർ വശങ്ങളൊക്കെ സിലിക്കോണിട്ട് ക്ലിയർ ചെയ്തു. അവിടെയും നമ്മൾ സീറ്റുകൾ അയച്ചെടുത്തപ്പോൾ സീറ്റുകളുടെ ബോൾട്ടും കാര്യങ്ങളൊക്കെ 2-3 എണ്ണം പൊട്ടി പോയിട്ടുണ്ട്, ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുട്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണിത്. നമ്മൾ പ്രൈമർ അടിച്ചിട്ടിരുന്നത് മാക്സിമം കുറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം കയ്യെന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്ത് ഷേപ്പ് എടുക്കുകയാണ്. വണ്ടിയുടെ ഷേപ്പ് ഫുൾ ഔട്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ ലൈനൊക്കെ ഇട്ടിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ് നമ്മുടെ ഷേപ്പ് എടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന അക്കായുടെ പുട്ടിയാണ്, പക്ഷെ അത് നമ്മൾ ഒരുപാട് തിക്നെസ്സിലല്ല ഇടുന്നത്. ഒരു ലെയർ വലിക്കും, അത് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ നൈസായിട്ട് വലിക്കും. അത് കട്ട് ചെയ്ത് പിന്നെ എവിടെയാണ് ഷേപ്പ് ഔട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലിട്ട് ക്ലിയർ ചെയ്യാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഫൈനലി നാളെ മറ്റന്നേക്ക് ആയിട്ടാണ് ഇനിയിപ്പോൾ പെയിൻറ്റിങ് നടക്കുകയുള്ളൂ. കാരണം നമ്മൾ ട്യൂബൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സൈഡിൽ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകളും എന്ത് ഇതേപോലെ ഡിക്കിയുടെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഷാർപ്പ്നെസ് കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ ഫൈനൽ ഫിനിഷിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി ഈ ഒരു സ്റ്റേജിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ ചെയ്തത്. പക്ഷെ അതനുസരിച്ച് നമ്മൾക്ക് ആ വണ്ടിക്ക് സമയവും വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഫസ്റ്റ് ആ വണ്ടി നിങ്ങൾ കണ്ട മാതിരി തന്നെ ഫുള്ള് പുട്ടിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു. അപ്പോൾ പുട്ടി നമ്മൾ പേപ്പർ യൂസ് ചെയ്ത് ഫുള്ളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബോഡി പുറത്തേക്ക് വലിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പോൾ എന്തായാലും ബോഡി 2-3 ആഴ്ചകളൊക്കെ കിടക്കുന്ന കാരണം നമ്മൾ പിന്നെ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്തു. മെറ്റലായിട്ടുള്ള ഏരിയകളിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞ ശേഷമാണ് ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ നടത്തണമെങ്കിൽ നമ്മളതിന് ഓയിൽ പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഓയിൽ പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തി. അതിന് ശേഷമാണ് പിന്നീട് ഡെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ ഫയലിട്ട വശങ്ങളിലൊക്കെ നമ്മൾ എപ്പോസിയും ആപ്ലിക്കേഷൻ ചെയ്തു. അതിന് ശേഷമാണ് ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തത്. അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലർ ആപ്ലിക്കേഷൻ നടത്തി. അതിനുശേഷം പിന്നെ നമ്മൾ അടിച്ച പ്രൈമറി ക്യാപ്സി എന്ന് പറഞ്ഞ കമ്പനിയുടെ 2K കോട്ടിലുള്ള പ്രൈമറാണ്. കാരണം ഉള്ളിൽ ബോഡി ഫില്ലറിൻ്റെ തിക്നെസ് ഓൾറെഡി കൂടുതലായിരിക്കും. കാരണം നമുക്കും ബോഡി ഫില്ലറിൻ്റെ അപ്ലൈ ചെയ്തേ സാധിക്കൂ. അപ്പോൾ അതിൻ്റെ ആ തിക്നെസ്സിന് പ്രൊട്ടക്ഷനായിട്ട് തന്നെ ക്യാപ്സിൽ 2K ക്വാളിറ്റിയിലുള്ള ഈ കണ്ണോട്ടുകളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ അടഞ്ഞു പോകും. അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ പുറത്തേക്ക് വരാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ് 2K ക്വാളിറ്റിയിലുള്ള പ്രൈമർ. ആ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് തന്നെ നടത്തി. ഫ്രണ്ടിലെ ബോണസെറ്റ് നമ്മൾ പുതിയത് റീസെറ്റ് ചെയ്ത കാരണം ഫ്രണ്ടിലെ ആ ബോണസെറ്റിൻ്റെ ആ ഏരിയ മാത്രം നോർമൽ സർഫേസിലും ആപ്ലിക്കേഷൻ നടത്തിയിട്ടാണ്. അങ്ങനെ ബൂത്തിൽ കുറച്ച് ദിവസം വണ്ടി കിടന്നു. അതിന് ശേഷമാണ് പെയിൻറ്റിങ് ചെയ്തത്. കസ്റ്റമർ സിൽക്കി ഗോൾഡ് ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിൽക്കി ഗോൾഡ് അടിച്ച് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ കാണാം. വണ്ടി ഫസ്റ്റ് നോർമൽ ഹെഡ്ലൈറ്റ് വെച്ചു. പിന്നെ കസ്റ്റമർ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ബാക്ക് ഹെഡ്ലൈറ്റ് ടെയിലൈറ്റൊക്കെ വെച്ചിട്ട് വണ്ടി കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫൈനൽ ഷോട്ടിലേക്ക് പോകാം. Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Yo, set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. 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 ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വണ്ടി മാക്സിമം നമ്മൾ അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നറിലൊക്കെ ഈ ഡോറിൻ്റെ ഇന്നർ വശമൊക്കെ നമ്മൾ ഓൾറെഡി ഫയലിട്ടൊക്കെ തട്ടിയ കാരണം ഇന്നറിലൊക്കെ എപ്പോച്ചൊക്കെ ബ്രഷ് ഇട്ടൊക്കെ അടിച്ച് ക്ലിയറൊക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ലൈഫ് ലോങ് ലൈഫ് കിട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് സംതൃപ്തിയായിട്ടും കസ്റ്റമർക്ക് ഇഷ്ടമൊക്കെ ആയിട്ടാണ് വണ്ടി ഡെലിവറിയൊക്കെ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. നമ്മൾ മെറ്റീരിയലിനൊക്കെ ഇപ്പോൾ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ ഇത്രയും കൂടി പ്രീമിയം മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം യൂസ് ചെയ്ത് പ്രീമിയം മെറ്റീരിയൽ തന്നെയായിരുന്നു. എന്നാലും അതിൻ്റെ ഓരോ കമ്പനികളിൽ പ്രീമിയമായിട്ട് വരുന്ന വില കൂടിയ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വഴി നിങ്ങളെ ഒരു വീഡിയോയിൽ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടു, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.